നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി നാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ആൻഡ്രോയിഡ് ടി വി സംബന്ധിച്ചാണ്. ഈ ആൻഡ്രോയിഡ് ടി വിയുടെ പ്രത്യേകത ഇതിൻ്റെ ക്വാളിറ്റി അല്ല, വില തന്നെയാണ്. 32 ഇഞ്ചിൻ്റെ ഫുൾ HD പാനലുള്ള ആൻഡ്രോയിഡ് ടി വിയാണ് ഈ ഒരു സ്മാർട്ട് ടി വി. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വേർഷനിലുള്ള ഈ ഒരു ടി വിക്ക് എത്രയായിരിക്കും വില എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ചത്. വളരെ തുച്ഛമായ വില, അതായത് ഏകദേശം 8,850 രൂപ മുതൽ ഈ ഒരു 32 ഇഞ്ച് ടി വി, സ്മാർട്ട് ടി വി വിപണിയിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ കമ്പനി MR എന്നാണ്. MR നിങ്ങൾ ബോക്സിൽ കണ്ടിട്ടുണ്ടാകും. MR ഇതിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. A+ പാനലാണ്, HDMI dtsX HD IPS പാനൽ, ഇതെല്ലാം ഇതിൻ്റെ ക്വാളിറ്റികളാണ്. ഇതൊക്കെ എന്താണ് ഈ ഓരോ പേരുകളും സൂചിപ്പിക്കുന്നത് എന്നുള്ളത്, ഈ ഒരു IPS എന്താണ്, A+ എന്താണെന്നൊക്കെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പേരുകളും എന്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ദയവായിട്ട് കാണുക. MR ഇന്നോവേഷൻ ഫോർ എ ന്യൂ ലൈഫ് എന്നാണ് ഇവരുടെ ഒരു ഹാഷ്ടാഗ്. dtsX HD ഓഡിയോ, മാസ്റ്റർ ഓഡിയോ എല്ലാം ഇതിൽ അവൈലബിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. സാധാരണ വില കുറച്ച്, ഇത്രയും വില കുറച്ച് ഒരു ആൻഡ്രോയിഡ് ടി വി എനിക്ക് വിശ്വസിക്കാം. കാരണം സാധാരണഗതിയിൽ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ഓഫ് ബോക്സിന് തന്നെ ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ആ ഒരു വിലയ്ക്കാണ് ആൻഡ്രോയിഡിൻ്റെ ഫുൾ HD പാനൽ, ഫുൾ HD ആയിട്ടുള്ള ഒരു ടി വി ഈ ഒരു വിലയ്ക്ക്, ഇതിന് MRP എടുക്കുന്നത് 18,000 രൂപയ്ക്കാണ് അവർ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വിലയ്ക്ക് ലഭിക്കുന്നത് 32 ഇഞ്ച് LED പേൾ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്, പേൾ. അപ്പോൾ 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വിയാണ്. അത്യാവശ്യം സൈസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ്, സൈറ്റ് വാറണ്ടി 1 വർഷത്തെയും അതുപോലെ തന്നെ 3 വർഷത്തേക്ക് നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ 1 വർഷം മുതൽ 3 വർഷം വരെ നമ്മുടെ വീട്ടിൽ വന്ന്, ഏത് വീട്ടിലും മുക്കിലും മൂലം വന്ന് സർവീസ് ചെയ്ത് തരുന്നതിന് കസ്റ്റമർ കെയർ സർവീസ് നമ്പറും എല്ലാം ഈ MR എന്ന ബ്രാൻഡിനുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേപോലെ തന്നെയാണ് ആൻഡ്രോയിഡ് ടി വിയും സ്മാർട്ട് ടി വിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടുതൽ പറയാം, സാന്ദർഭികമായിട്ട് പറയാം. അതുപോലെ തന്നെ ഈ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്, വീഡിയോയുമായി സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കും സഹായങ്ങൾക്കും. അപ്പോൾ എന്താണ് സ്മാർട്ട് ടി വി? സ്മാർട്ട് ടി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ LG, സാംസങ് ഇവരൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ഒഫീഷ്യൽ OS ആണ്, ഓപ്പറേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെ കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതേപോലെ തന്നെ LG ആണെങ്കിൽ LG അവരുടേതായ രീതിയിലുള്ള ഒരു OS ഉപയോഗിച്ചിട്ടുണ്ട്. ആ OSലേക്കാണ് നമ്മൾ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ IPTV ആപ്ലിക്കേഷൻ, അതുപോലത്തെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ആ OSലേക്കാണ്. എന്നാൽ ആൻഡ്രോയിഡ് ടി വി എന്ന് പറയുമ്പോൾ, സ്മാർട്ട് ടി വി എന്ന് പറഞ്ഞാൽ എല്ലാ ടി വികളും സ്മാർട്ട് ടി വികളാണ്. എന്നാൽ എല്ലാ സ്മാർട്ട് ടി വികളും ആൻഡ്രോയിഡ് ടി വികളല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആൻഡ്രോയിഡ് ടി വി എന്ന് പറയുമ്പോൾ അതിൻ്റെ OS ആൻഡ്രോയിഡ് ആണ്. നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന, നമുക്ക് സുപരിചിതമായി കണ്ടുപരിചയമുള്ള OS ആണല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ ആൻഡ്രോയിഡ്. അപ്പോൾ ആൻഡ്രോയിഡ് ടി വി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു OS, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ആൻഡ്രോയിഡിലാണ് എന്നുള്ളതാണ്. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ അത് സപ്പോർട്ട് ചെയ്യുന്ന നിരവധിയായ ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു OS, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു OS ആണ് ആൻഡ്രോയിഡ്. അതുകൊണ്ടാണ് ഈ ആൻഡ്രോയിഡ് ടി വിയും സ്മാർട്ട് ടി വിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എടുത്തു പറയുന്നതാണ്. എല്ലാ ടി വികളും സ്മാർട്ട് ടി വികളാണ്, എന്നാൽ എല്ലാ സ്മാർട്ട് ടി വികളും ആൻഡ്രോയിഡ് ടി വികളാണ്. ആൻഡ്രോയിഡ് ടി വികളെല്ലാം സ്മാർട്ട് ടി വികളാണ്, അതാണ് ശരിയായ ആൻസർ. ആൻഡ്രോയിഡ് ടി വികളെല്ലാം സ്മാർട്ട് ടി വികളാണ്, എന്നാൽ എല്ലാ സ്മാർട്ട് ടി വികളും ആൻഡ്രോയിഡ് ടി വികളല്ല. അപ്പോൾ ആൻഡ്രോയിഡ് എന്നുള്ളത് ഒരു സ്മാർട്ട് ടി വിയാണ്, പക്ഷേ ആൻഡ്രോയിഡ് അല്ലാത്ത സ്മാർട്ട് ടി വികളും ഉണ്ട് എന്ന് ചുരുക്കി പറയും. ഇതിൻ്റെ റിമോട്ട് നിങ്ങൾ നോക്കുക. ഇതേപോലെ തന്നെ നമ്മൾക്കറിയാം, ഇനിയുള്ള കാലത്ത് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, പ്രത്യേകം ശ്രദ്ധിക്കുക, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ OTTകളെ കാലം, അപ്പോൾ അത്തരം ആപ്പുകൾ ഇതിനകത്ത് ഈ ഒരു ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ IPTV, ലോകരാജ്യങ്ങളിൽ എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് IPTV ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ചാനലുകൾ ആസ്വദിക്കാം എന്നുള്ളതാണ് IPTVയുടെ പ്രത്യേകത. അപ്പോൾ അതും ഈ ഒരു ടി വിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് പരിശോധിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വല്ല സംശയമുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് സംശയമാണ്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ടി വികളായിരിക്കും. അപ്പോൾ അത്തരം ടി വികളിൽ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ, സഹായങ്ങൾ അഭ്യർത്ഥിക്കാൻ ഞാൻ തീർച്ചയായും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ടി വി നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്, ഓണാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ലെവലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും ചുരുങ്ങി ഒരു 8,850 രൂപ മുതൽ ഒരു ഏകദേശം 12,000 രൂപ വരെ മാർക്കറ്റുകളിൽ പല മേഖലകളിൽ ഇത് കച്ചവടം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വില കുറച്ച് വരെ കിട്ടുന്ന ഒരു MR എന്ന, അതായത് നല്ലൊരു ബ്രാൻഡ്, അതായത് പുതിയൊരു ബ്രാൻഡാണ് MR. അപ്പോൾ ഈ ഒരു MR എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി ഇത്തരം ചുരുങ്ങിയ വിലയ്ക്ക് വലിയൊരു സേവനം തന്നെയാണ് നമുക്ക് നമ്മുടെ കേരളക്കരയിൽ നൽകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. MR തന്നെ ബ്രാൻഡ് എടുത്തു പറയേണ്ട ഈ ഇത്രയും ചുരുങ്ങിയ വിലയ്ക്ക് ഞാൻ ഒരുപാട് കോയമ്പത്തൂർ ഐറ്റംസ് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വില കുറച്ച് ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല. നമുക്കറിയാം, ഒരു സെറ്റ് ഓഫ് ബോക്സിന് എനിക്ക് വാങ്ങിയപ്പോൾ, 2 റൗണ്ട് സെറ്റ് ഓഫ് ബോക്സ് ഞാൻ വാങ്ങിയപ്പോൾ, ഒരു സ്മാർട്ട് ബോക്സ് ഞാൻ വാങ്ങിയപ്പോൾ തന്നെ ഏകദേശം 8,000 രൂപയുടെ അടുത്ത് വന്നിരുന്നു. ആ വിലക്കാണ് ഈ ഒരു ടി വി എനിക്ക് കാണാനും പരിചയപ്പെടാനും സാധിച്ചത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, HD ക്ലിയർ ആണ്, ഇതിൻ്റെ USB ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നൽകുന്നുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻ്റെ സ്റ്റോറുകൾ കാണാം. നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇതാ സ്റ്റോറേജ് നോക്കി 8 GB സ്റ്റോറേജ് ഉണ്ട്. മെമ്മറി, അതായത് റാം വരുന്നത് 1 GB ആണ്, 8 GB റോം. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. എല്ലാം നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. ഇപ്പോൾ ഈ വേർഷൻസ്, ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ് അധികമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനുകൾ ഉള്ളത് നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. കാരണം ആൻഡ്രോയിഡ് 12 വരെ, ലെവൽ 12 വരെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡിൻ്റെ വേർഷൻ 9 ആണ്. 10 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 12 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ, ഏറ്റവും അടുത്തുള്ള വേർഷൻസുകളുള്ള ടി വികൾ, ആൻഡ്രോയിഡ് വേർഷൻസ് ഉള്ള ടി വികൾ സ്വന്തമാക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മാത്രം 9 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 7 വേർഷൻസൊക്കെ എടുക്കുക. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുകളും ഏറ്റവും കൂടുതൽ റാം പവർ കുറവുള്ളതും ഒക്കെ നല്ല സ്മൂത്തിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനുകളായിരിക്കും. കാരണം അതിൻ്റെ റാം പവർ കുറവായിരിക്കും, ഒരുപാട് ആപ്ലിക്കേഷനുകൾ റണ്ണാവും. അതായത് പുതിയ ആയി വരുന്ന ആപ്ലിക്കേഷനുകളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനുകളിലായിരിക്കും അപ്ഡേഷൻ ഉണ്ടാകുക. പഴയ വേർഷനുകളിൽ അത് അപ്ഡേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഏറ്റവും പുതിയതായിട്ടുള്ള വേർഷൻസിലുള്ള ആൻഡ്രോയിഡിലുള്ള ടി വികൾ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ LG ഒക്കെ വാങ്ങുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ആയിരിക്കില്ല, അത് അവർ തന്നെ സോഫ്റ്റ്വെയർ ആയിരിക്കും. പക്ഷേ അതും സ്മാർട്ട് ടി വികൾ തന്നെയാണ്. ഇതേപോലത്തെ ആപ്ലിക്കേഷൻ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. IP ടിവികളൊക്കെ അതിനകത്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇനിയുള്ള കാലത്ത് ഒരു കേബിളോ അതല്ലെങ്കിൽ ഒരു കേബിൾ കണക്ഷനോ അതല്ലെങ്കിൽ ഒരു DTH കണക്ഷനോ അങ്ങനെയൊന്നും ഇനിയുള്ള കാലത്ത് ഉണ്ടാവില്ല. ഇതിൻ്റെ വൈഫൈ ഓണാക്കുന്നു, ഏതെങ്കിലും ഒരു ബ്രോഡ്ബാൻഡിലേക്കോ അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഹോട്ട്സ്പോട്ടിലേക്കോ അത്തരത്തിലുള്ള ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്കാണ്. ഇതിപ്പോൾ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് HDMI, സാധാരണ ടി വിയിൽ HDMI കേബിൾ അതേപോലെ തന്നെ കേബിളുകൾ കൂടെ ഇതിൻ്റെ കൂടുതൽ നമുക്കറിയാം RJ45 എന്ന ബ്രോഡ്ബാൻഡിൻ്റെ വയർഡ് കൊടുക്കാനുള്ള ഒരു കണക്ഷനും ഈ ടി വിയുടെ ബേക്കിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചറുകളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡൊക്കെ നമുക്ക് ഇതിന് ഡയറക്റ്റ് കേബിൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ, അതാണ് RJ45 ഷോക്കറ്റ് ഇതിൻ്റെ ബേക്കിൽ, ടി വിയുടെ ബേക്കിൽ ഞാൻ കണ്ടതായിട്ടുണ്ട്. അപ്പോൾ HDMI അത് ഫുൾ HD ആയതുകൊണ്ട് തന്നെ HDMI നിർബന്ധമായി ഉണ്ട്. 2 ഷോക്കറ്റ് അതും കാണുന്നുണ്ട്, അതുപോലെ AV കോഡ് കാണുന്നുണ്ട്. എല്ലാം തന്നെ ഇതിൻ്റെ പുറകിൽ കോമൺ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത്തരം ഒരു അടിപൊളി ടി വി തന്നെയാണ്. എല്ലാവരും ഇത് നിങ്ങളുടെ മാർക്കറ്റിലുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇത്തരം ടി വികൾ വാങ്ങി യൂസ് ചെയ്യണം. വളരെ ചുരുങ്ങിയ വിലയാണ്, ഒരു അടിച്ചു പോയാൽ അങ്ങ് പോട്ടേന്ന് വെക്കാം. അതായത് ചുരുങ്ങിയ വിലക്ക് ഈ ടി വി സ്വന്തമാക്കും. ഇത്തരത്തിലുള്ള കിടിലം എപ്പിസോഡുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.